ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ഞാൻ വിഷയമാക്കിയിരിക്കുന്നത് വേദപുസ്തകത്തിലെ ക്രൂശ് ചുമന്ന 4 പേര്. പുതിയ നിയമത്തിൽ 4 പേര് കഴുകുമരം, കുലമരം ചുമന്നതായി നാം കാണുന്നുണ്ട്. അത് ധ്യാനിക്കുമ്പോൾ ക്രൂശിനോടുള്ള ചതുർവിക പ്രതികരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോടുള്ളതായ പ്രതികരണങ്ങൾ അതിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത് നാം ധ്യാനിക്കുന്നത് കുറനേക്കാരനായ ശീമോനെ കുറിച്ചാണ്. വായിക്കാം. ലൂക്കോസ് 23:26 മർക്കോസ് 15:21. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ദൈവത്തിന്റെ മഹത്വം. കർത്താവായ യേശുക്രിസ്തു പെരുമരക്കുരിശ് ചുമന്നുകൊണ്ട് പ്രാഞ്ചി വേച്ചു വീണ് ഗോകുൽത്തയിലേക്ക് നടന്നു കയറുകയാണ്. കർത്താവ് തികച്ചും പരിക്ഷീണിതനാണ്. പല ദിവസമായി ഉപദ്രവവും പട്ടിണിയും എല്ലാമായിട്ട് കർത്താവായ യേശുക്രിസ്തു ക്ഷീണിതനാണ്. അപ്പോൾ ആണ് പീലാത്തോസിന്റെ വിധി പ്രഖ്യാപനം, യു വിൽ ഗോ ടു ക്രോസ്, ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ. യേശുവിൻ്റെ തോളത്ത് വലിയൊരു കുരിശ് വീണു. ആ കുരിശ് മരത്തിൻ്റെ തടിയുടെ ഭാരം മാത്രമല്ല, അത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ഭാരവുമാണ് കർത്താവായ യേശുക്രിസ്തു പേറുന്നത്. യേശുക്രിസ്തു ക്രൂശും എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 15:21 വായിക്കാം. മർക്കോസ് 15:21. അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് മരണം കഴിഞ്ഞ് എത്രയും വേഗം സ്വതന്ത്രരാകണം എന്നാണ് പട്ടാള മേധാവികളുടെ ആഗ്രഹം. എന്നാൽ യേശു അതുപോലെ ചടുലമായി മുന്നോട്ട് പോകുന്നില്ല. യേശു മാത്രമല്ല, കൂട്ടത്തിൽ 2 കള്ളന്മാരുമുണ്ട് ക്രൂശിൻ ചുമന്നുകൊണ്ട്. അവര് വളരെ കരുത്തോടെ മുന്നോട്ട് കാലടികൾ എടുത്തു വെച്ച് പോകുന്നുണ്ട്. അവർക്ക് വെപ്രാളമോ ക്ഷീണമോ ഒന്നുമില്ല, എന്നാൽ ആരോഗ്യദൃഢഗാത്രരാണ്. പക്ഷെ കർത്താവ് ക്ഷീണിതനാണ്. കർത്താവായ യേശുക്രിസ്തു ഇടയ്ക്ക് വീഴുന്നുണ്ട്. നിർദാക്ഷിണ്യം പട്ടാളക്കാർ ചാട്ടവാറ് കൊണ്ട് അടിച്ച് ഉഴവുചാല് പോലെ ശരീരം കീറുകയാണ്. രക്തം വാർന്നൊലിക്കുന്നു. യേശു ഉടനെ അടി കിട്ടുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും ആ കുരിശ് താങ്ങിക്കൊണ്ട് മുന്നോട്ട് വേച്ചു പോവുകയാണ്. ആരുടെയും ഉള്ളത്തെ വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരു ദാരുണ കാഴ്ച. ധാരാളം ആളുകൾ, ഒരു വലിയ ജനാവലി ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. അത് സാധാരണയാണ്. കുലമരം ചുമന്നുകൊണ്ട്, അവനവനെ തൂക്കാനുള്ളതായ കഴുകുമരം ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന വ്യക്തിയെ ഒന്ന് കാണാൻ. എന്ത് ദുഷ്ടനായ മനുഷ്യൻ! പേർഷ്യൻ ഗവൺമെന്റാണ് ക്രൂശിൽ തൂക്കി കൊല്ലുന്ന ശിക്ഷാവിധി കുറ്റവാളികൾക്ക് ആദ്യമായി നൽകി നടപ്പിലാക്കിയത്. എന്തിനാണ് ഈ ക്രൂശിൽ തൂക്കി കൊല്ലുന്നത്? അന്നത്തെ അവരുടെ ധാരണ, ദി എർത്ത് ഈസ് ഹോളി, ഭൂമി എന്ന് പറയുന്നത് വിശുദ്ധമാണ്. ദുഷ്ടനായ മനുഷ്യൻ, കൊലപാതകിയായ മനുഷ്യൻ, വേശ്യാവൃത്തിക്കാരനായ മനുഷ്യൻ, ഭവനഭേദനം നടത്തുന്ന, അനേകരെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ, അവൻ ദുഷ്ടനാണ്, വഞ്ചകനാണ്, അവൻ കൊലയാളിയാണ്. അവനെ ഒരിക്കലും മനുഷ്യന് ഭക്ഷണവും മറ്റ് വിഭവങ്ങളും നൽകുന്ന ഭൂമിയിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം ഭൂമി പോലും അശുദ്ധമാകും. അതുകൊണ്ടാണ് ഏറ്റവും വൃത്തികെട്ട കൊലയാളികളെയും കൊള്ളിവയ്പ്പുകാരെയും തൂക്കിക്കൊല്ലുന്നത്, കാല് മണ്ണിൽ തൊടാതെ. ആ ഒരു ശിക്ഷയാണ് എൻ്റെ കർത്താവിനും കൊടുത്തത്. പറയാൻ എനിക്ക് വേദനയുണ്ട്. അവരാ ക്രൂശിൻ ചുവന്നുകൊണ്ട് കുറ്റവാളികൾ കുന്നിന്മേളിലേക്ക് പോകണം. ആ കുന്നെന്ന് പറയുന്നത് കാൽവറിയാണ്, ഗോകുൽത്തയാണ്. ദുഷ്ടന്മാരുടെ മരണക്കിടക്ക എന്നാണ് വിളിക്കുന്നത്. അതൊരു കൊലക്കളമാണ്.
ഒരു നല്ല മനുഷ്യനെയും അവിടെ കാണുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവും ഗോകുൽത്തയിലേക്ക് നടക്കുകയാണ്. മറ്റ് രണ്ട് കള്ളന്മാരും കരുത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ യേശുവിന് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കാര്യം നടത്തി കിട്ടണമല്ലോ എന്നുള്ളതായ ആഗ്രഹത്തോടെ പട്ടാളക്കാർ നോക്കുന്ന സമയത്ത് നല്ല കരുത്തനായൊരു മനുഷ്യൻ ചേർന്ന് നടക്കുന്നുണ്ട്. കുറേനക്കാരനായ ശീമോനാണ്, വടക്കേ ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ശീമോൻ. വളരെ സഹതാപത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചേർന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ മുഖത്തേക്ക് കുറേനക്കാരനായ ശീമോൻ നോക്കിയപ്പോൾ മറ്റുള്ളവരുടെ മുഖം പോലെയല്ല. എന്തോ ഒരു സഹതാപവും കരുണയും കുറേനക്കാരനായ ശീമോന് യേശുവിനോട് തോന്നി. അത് ഈ പട്ടാളക്കാർക്ക് മനസ്സിലായി. നിനക്ക് ഇത്രമാത്രം അനുകമ്പ തോന്നുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ മനുഷ്യൻ്റെ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുക്ക്, അതൊന്ന് ചുമന്നു കൊടുക്ക്. എങ്ങനെയെങ്കിലും ഈ കുരിശ് ഗോകുൽത്തയിൽ എത്തിച്ച് തൂക്കിക്കൊന്ന് ഞങ്ങളുടേതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാകട്ടെ. ക്രൂശ് ചുമപ്പാൻ കുറേനക്കാരനായ ശീമോനെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. കുറേനക്കാരനായ ശീമോൻ ക്രൂശ് ചുമന്നു ഗോകുൽത്തയിൽ എത്തിച്ചു. നമുക്കും ആ കൂടെ പോകാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ യേശുവിനെ കിടത്തി കാരിരുമ്പാണികൾ അടിച്ചു. ശീമോൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളൊന്നും അവിടെ പറയുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതിൽ നില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, ശീമോന്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹം വന്ന് നമുക്ക് പിന്നീട് ധ്യാനിക്കാം. ഇവിടെ ക്രൂശ് ഒരു ശാപവസ്തുവാണ്. ആവർത്തന പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, അത് ഒരു ശാപവസ്തുവാണ് ക്രൂശ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയും, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഒരു നല്ല മനുഷ്യനെയും ക്രൂശിൽ തൂക്കി കൊല്ലുകയില്ല. ദുഷ്ടന്മാരുടെ മരണക്കിടക്കയാണ് ക്രൂശ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ തൊടാൻ ആർക്കും ഇഷ്ടമല്ല. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ശാപഗ്രസ്തനാകും. അതുകൊണ്ട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കും, പക്ഷെ തൊടുകയില്ല. നിർബന്ധിച്ചപ്പോൾ ശീമോൻ തൊടേണ്ടതായിട്ട് വന്നു, താങ്ങേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവരുടെ നിർബന്ധത്തിന് കുറേനക്കാരനായ ശീമോൻ വഴങ്ങി. അനുഗ്രഹമായിപ്പോയി. ദൈവമക്കളെ, കുറേനക്കാരനായ ശീമോൻ റോഡിലേക്ക് കയറി വരുന്നത് അല്പസമയത്തിന് മുൻപോ ചില മിനിറ്റുകൾക്ക് ശേഷമാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൻ ചുമന്നുകൊണ്ട് പോകുന്നത് കാണാനോ ക്രൂശ് ചുമക്കാനോ അവസരം ലഭിക്കുമായിരുന്നില്ല. ദൈവം കണ്ടു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ദൈവമക്കൾ മനസ്സിലാക്കണം, നത്തിങ് വർക്ക്സ് വിത്ത് ആൻ എയിംലെസ് ഫീറ്റ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അടികളും കർത്താവ് നിശ്ചയിക്കുന്നതാണ്, കണ്ടതാണ്, നിയന്ത്രിക്കുന്നതാണ്. ശാപവസ്തു തൊടാൻ അറച്ച് മാറി നിൽക്കുമ്പോൾ നിർബന്ധിച്ചുകൊണ്ട് തൊട്ടു, അനുഗ്രഹമായി പോയി. ദൈവം കണ്ട ഒരു മകനും കുടുംബവുമായിരുന്നു. ആകസ്മികമായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ അത് അനുഗ്രഹമായി തീർന്നു. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ഈ പ്രവൃത്തിയും അദ്ദേഹത്തിനും കുടുംബത്തിനും അനുഗ്രഹമാക്കി തീർത്തു. ദൈവമക്കളുടെ കാര്യം മനസ്സിലാക്കണം. കൈപ്പേറിയ അനുഭവങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ വരാം, വേദനയുടെ നിമിഷങ്ങൾ വരാം, രോഗവും ബുദ്ധിമുട്ടും കടബാധ്യതകളും തകർച്ചയും എല്ലാം വരാം. വാതിലുകൾ പലപ്പോഴും അടഞ്ഞുപോയി മുന്നോട്ടുള്ള ഗമനം തടസ്സപ്പെട്ടു എന്ന് വരാം. നിരാശപ്പെടരുത്. എല്ലാം കാണുന്ന രണ്ട് കണ്ണുകളുണ്ട്. നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിവുള്ള കരങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശീമോന് ഈ ശാപവസ്തു തൊടേണ്ടി വന്നല്ലോ എന്നുള്ളതായ ഭാരമുണ്ടെങ്കിലും ഈ കൈപ്പേറിയ അനുഭവത്തെ മധുരമാക്കി ദൈവം മാറ്റി. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളികളാകുക, മറ്റുള്ളവരുടെ ഭാരം വഹിക്കുക. ഹല്ലേലൂയ. ദൈവം ഗലാത്യർ 6:2 പറയില്ലേ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരാകുകയും. നമുക്കൊരു പാഠമായിട്ടത് എടുക്കാം. ദൈവമക്കളെ, നമ്മളുടെ കണ്ണുനീര് തോരാൻ ഏറ്റവും നല്ല ഉപാധി എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുക. വേദനിക്കുന്നവരുടെ വേദനയിൽ വേദനിച്ച് പങ്കാളികളാകുക. ആ വേദനയിൽ നമുക്ക് പങ്കുവെക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ ജീവിതത്തിൽ വേദന പങ്കുവെച്ചാൽ വേദന പകുതിയാകും.
സന്തോഷം പങ്കുവെച്ചാൽ സന്തോഷം ഇരട്ടിയാകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ സഹകരിക്കണം, കൈത്താങ്ങൽ കൊടുക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപമാനത്തിൻ്റെ ക്രൂശ് കുറേനക്കാരനായ ശീമോൻ അനുഗ്രഹമായി മാറി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ്? മർക്കോസ് 15:21. അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ. അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ കുറേനക്കാരനായ ശീമോൻ. അത് പിന്നീട് റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായത്തിന് 13 വാക്യത്തിൽ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശ് താങ്ങി യേശുവിന് ആശ്വാസം പകർന്നു കൊടുത്തതിന് ശേഷം ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ സന്തോഷത്തോടെ എടുത്തു പറയുന്ന വാക്കുകൾ എന്താണ്? കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധരായ മക്കൾ, രൂഫോസിന്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈ കുറേനക്കാരനായ ശീമോന്റെ ഭാര്യയെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, എനിക്കും അമ്മയായ ശീമോന്റെ ഭാര്യ. ആ കുടുംബം കർത്താവിൽ അനുഗ്രഹീതരായി. ഞാൻ വളരെ വ്യക്തമായി സന്തോഷത്തോടെ ചെറിയ അനുഭവത്തോട് ചേർത്ത് പറയട്ടെ, അപ്പൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് താങ്ങിയാൽ മക്കൾ അനുഗ്രഹീതരാകും, കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വേദനിച്ച് വളരെ ബുദ്ധിമുട്ടി കുരിശിൻ്റെ ഭാരം കൊണ്ട് വേദനയോടെ മുന്നോട്ട് പ്രാഞ്ചി നടക്കുന്ന സമയത്ത് ആരോ ഒരാൾ വന്ന് ക്രൂശ് താങ്ങി. എന്തൊരാശ്വാസം! ആ ഭാരമൊന്ന് താങ്ങിക്കൊടുത്തു. എന്തോ ഒരു സുഖം! തീർച്ചയായിട്ടും കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി കാണുകയില്ലേ? ശീമോൻ അനുഗ്രഹമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ തോളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതായ ആ ചോര ക്രൂശിൽ കൂടി വാർന്നൊലിച്ച് ശീമോന്റെ മേത്ത് വീണ് കാണും. അനുഗ്രഹമായി പോയി ആ കുഞ്ഞാടിൻ്റെ രക്തം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ കാലടികളെ ഒന്ന് പിൻഗമിക്കാമോ? ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കാലുകുത്തുന്നതിന് മുമ്പേ ധ്യാനിക്കുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം ക്രൂശും പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നിരന്തരം യേശുവിനെ കണ്ടുകൊണ്ടുള്ള യാത്രയാക്കി തീർത്തു തരണമേ എന്ന് ദൈവം നടത്തുന്നുണ്ട്. ദൈവമക്കളെ, യേശുവിൻ്റെ ക്രൂശ് താങ്ങണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയല്ലോ കുടുംബത്തിൻ്റെ കാര്യം. ഒരു മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ക്രൂശിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം പടർന്ന് പരക്കുന്നതാണ്. അതൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവിടെ ഗോകുൽത്തായിലേക്ക് നടക്കുന്ന വഴിത്താരയിൽ കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ ക്രൂശ് താങ്ങി ആ നിമിഷം തന്നെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ഒരു പകരാനുള്ളതായ ശക്തിയുണ്ട്. കാൽവരി ക്രൂശിൽ കത്തിപ്പടർന്നായ സ്നേഹത്തിൻ്റെ തീ, അത് പാവപ്പെട്ട അടിയങ്ങൾ സുവിശേഷത്തിൻ്റെ ജ്വാലയായി കൂട്ടായിൽ വരുന്ന ദൈവമക്കൾക്ക് വചനത്തിലൂടെ പകർന്നു കൊടുത്തു. അന്ന് അനേകരുടെ ജീവിതത്തെ അത് ധന്യമാക്കി തീർത്തു. നരകതുല്യമായിരിക്കുന്ന അനേക കുടുംബങ്ങൾ കൊച്ചു കൊച്ചു പറുദീസകളായി മാറി. നാശത്തിലേക്ക് കൂപ്പുകുത്തി നരകയാതന അനുഭവിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങൾ സ്വർഗസന്തോഷത്തിൻ്റെ വാട്ടുപാടാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കുറേനക്കാരനായ ശീമോൻ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് താങ്ങിയാൽ വ്യക്തിക്കും കുടുംബത്തിനും അനുഗ്രഹമായി മാറും. ക്രൂശ് ചുമന്ന രണ്ടാമത്തെ ആള് ഏതാണ്? നമുക്ക് വായിക്കാൻ ലൂക്കോസ് 23 അധ്യായം അതിൻ്റെ 39 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, 2 ദുഷ്പ്രവർത്തിക്കാരെ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിക്കുന്നുണ്ട്, അപ്രയും ഇപ്രയുമായിട്ട്. അവരും ക്രൂശി വന്നുകൊണ്ടാണ് പോയത്. അവർ ചടുലതയോടെ നടന്നു പോകുന്നുണ്ട് ഗോകുൽത്തയിലേക്ക്. നല്ല ആരോഗ്യമുണ്ട്. അതിൽ നമ്മൾ സാധാരണ ധ്യാനിക്കുന്നു വലത്തു ഭാഗത്തെയും ഇടത്തു ഭാഗത്തെയും കള്ളൻ. നമ്മൾ ആദ്യം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, ഇടത്തു ഭാഗത്തെ കള്ളൻ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, റെൻഡൽ ഹാരിസ് എന്ന് പറയുന്ന വേദശാസ്ത്ര പണ്ഡിതൻ
വലിയ ഒരു ഗവേഷകനാണ്, റിസർച്ച് സ്കോളറാണ്. അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും ഗസ്മാസ് എന്നാണ് ഇടത്ത് ഭാഗത്തെ കള്ളന്റെ പേര്. റെൻഡൽ ഹാരിസ് ഗസ്മാസ്. ഈ ക്രൂശിൻ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ കൂടെ പോവുകയാണ്. ഇടത്ത് ഭാഗത്തെ കള്ളൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഇടത്ത് വശത്ത് കിടക്കുകയാണ്. അവിടെ 3 ക്രൂശ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ നൽകുന്ന ക്രൂശ്. വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഒരുക്കിയ രക്ഷ സ്വീകരിക്കുന്ന ക്രൂശ്. ഇടത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഒരുക്കിയതായ രക്ഷ നിരസിക്കുന്ന ക്രൂശ്. പാപിക്ക് വേണ്ടി മരിക്കുന്ന നടുവിലത്തെ ക്രൂശ്. പാപത്തിന് മരിക്കുന്നതായ വലത്തുഭാഗത്തെ ക്രൂശ്. പാപത്തിൽ നിത്യനാശം, പാപത്തിൽ മരിക്കുന്നതായ ഇടത്തുഭാഗത്തെ ക്രൂശ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഇടത്തുഭാഗത്തെ കള്ളൻ, അങ്ങനെ പ്രത്യേകിച്ച് ഇടത്തുഭാഗത്തെ കള്ളനാണ് ദുഷ്പ്രവർത്തിക്കാരെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും നമ്മൾ പൊതുവെ അങ്ങനെയാണ് ധ്യാനിക്കുന്നത്. ഈ 39-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ക്രൂശിക്കപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന ഇടത്തുഭാഗത്തെ കള്ളൻ കർത്താവിനെ ദൂഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധയോടെ ഞെട്ടലോടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശിൻ്റെ തൊട്ടടുത്തല്ലേ കിടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിടയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ രക്തം ഇടത്ത് ഭാഗത്തെ കള്ളൻ്റെ മേത്ത് വീണ് കാഴുകയില്ലേ? ഇടത്ത് ഭാഗത്തെ കള്ളൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7 മൊഴികളും കേട്ടവനല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടവനല്ലേ? പക്ഷേ കാര്യം അറിയാതെ ദൂഷിക്കുക. ഇന്ന് കൂട്ടായ്മയിലെ മക്കളിലും കാണുന്ന, ഞാൻ പറയും, ഒരു പൈശാചിക പ്രവണതയാണ്. എന്താണ് യഥാർത്ഥമായിരിക്കുന്ന സത്യമെന്ന് അറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് ചേർന്ന് പറയാനും ദുഷിക്കാനും മടിയില്ലാത്ത അഹങ്കാരികളായ ഒരു കൂട്ടം ആളുകളായി നമ്മളാരും അധപ്പതിക്കാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിനെ ദുഷിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തു ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിച്ച പരിശുദ്ധനല്ലേ കർത്താവായ യേശുക്രിസ്തു? അവൻ കരുണയുടെ ഉറവിടമല്ലേ? പിന്നെ എന്ത് ദുഷിക്കാനാണ്? പക്ഷേ പലരും പറയുന്നത് കേട്ടു, മഹാപുരോഹിതന്മാർ പറയുന്നത് കേട്ടു. തുടർന്ന് വായിച്ച് 39 താഴേക്ക് വായിച്ച്. മറ്റവനോ അവനെ ശാസിച്ചു. ദൈവത്തിനോ സ്തോത്രം. മറ്റവനോ, വലത്തുഭാഗത്തെ കള്ളൻ ഈ കൂട്ടുകാരനെ ശാസിക്കുകയാണ്. അവൻ എന്തോ ഒരു ദിവ്യ വെളിച്ചം കിട്ടുന്നുണ്ട്. അവൻ്റെ വാഹനസാസ്ത്രത്തിന് തുടക്കം കുറിച്ച രംഗമാണ് കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം. അത് ഇടതുഭാഗത്തെ കള്ളനും കാണുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഹൃദയം കഠിനമാകുകയാണ്. ഒരു മണ്ണ് കുഴച്ചു വെച്ചിരിക്കുന്നത് സൂര്യപ്രകാശത്തിൽ ഉച്ചയ്ക്ക് പുറത്തു വെക്കാന്നിരിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, അതങ്ങ് കട്ടിയാകും. എന്നാൽ മഞ്ഞുകട്ടയാണെങ്കിലോ, മണ്ണാണെങ്കിൽ കട്ടിയാകും, മഞ്ഞുകട്ടയാണെങ്കിൽ ഉരുകും. ദൈവമക്കളെ, ഇവിടെ എന്താണ് കാണുന്നത്? ദൈവത്തിന് സ്തോത്രം. വലത്തുഭാഗത്തെ കള്ളൻ ശാസിക്കുന്നുണ്ട്. സമശിക്ഷാവിധിയിലായിട്ടും നീ എന്തിനാണ് ദൈവത്തെ ദുഷിക്കുന്നതെന്ന് പറഞ്ഞ് ശാസിക്കുക. എന്നാൽ അവന് ആ ശാസനം സ്വീകരിക്കാൻ മനസ്സില്ല. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകതയാണത്. എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ വിനയത്തോടെ അംഗീകരിച്ച് തിരുത്താൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം അഹങ്കാരികളുടെ കൂട്ടമായി അധപ്പതിക്കാനായിട്ട് ഇടവരരുത്. ശാസനം നിരസിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. ടൈറ്റാനിക് കപ്പലിൻ്റെ അപകടത്തിന് കാരണം അതാണ്. വലിയൊരു മഞ്ഞുകട്ട മുന്നിൽ ഇതാ വരുന്നുണ്ട്, റൂട്ട് മാറ്റിക്കൊള്ളുക, ഡയറക്ഷൻ മാറ്റിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം അഹങ്കാരത്തോടെ ആ കപ്പിത്താൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഒരിക്കലും തകരുകയില്ല എന്നാണ് ബോധ്യം. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റെന്ന് കാണിച്ചു തരുമ്പോൾ അത് തിരുത്താനുള്ളതായിരിക്കുന്ന ഒരു ദൈവീകമായ വിനയം മനുഷ്യന് ആവശ്യമാണ്. 39-ാമത്തെ വാക്യം ഒന്നോടെ വായിച്ച്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ എന്തു പറഞ്ഞാ ദുഷിക്കുന്നത്? ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെയും രക്ഷിക്കാം, എന്നെയും രക്ഷിക്കാം. ദൈവമക്കൾ വളരെ കരുതലോടെ ഭയാനകമായിരിക്കുന്ന ഈ ചിന്താഗതി ഒന്ന് മനസ്സിലാക്കണം. ഇന്ന് മനുഷ്യന് ആവശ്യമായിരിക്കുന്ന ക്രൂശ് കൂടാതെയുള്ള രക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാലും
എന്തെല്ലാം നേർച്ച കാഴ്ചകൾ കഴിച്ചാലും, എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്താലും, എന്തുമാത്രം ധ്യാനവും ഉപവാസവുമായി കഴിച്ചാലും, ദൈവത്തിന് സ്തോത്രം, കാൽവറിയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയതായ ആ ഏക രക്ഷ മാറ്റി നിർത്തിക്കൊണ്ട് ക്രൂശിൽ കൂടി അല്ലാതെ രക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം, ഈ ക്രൂശിൽ നിന്ന് കർത്താവായി യേശുക്രിസ്തു ഇറങ്ങി വന്ന് വ്യക്തികളെ ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. കർത്താവായി യേശുക്രിസ്തു ക്രൂശിലാണ് രക്ഷ ഒരുക്കിയത്. ആ യേശു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ താൻ രക്ഷിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷ കിട്ടുകയില്ല, മനുഷ്യവർഗം ശിക്ഷയിലായി പോകും. ക്രോസ്ലെസ് റിലിജിയൻ ഈസ് സൈറ്റാനിക് എന്ന് ഞാൻ പറയും. ക്രോസ്ലെസ് റിലിജിയൻ ഈസ് സൈറ്റാനിക്. കർത്താവായി യേശുക്രിസ്തു മരണത്തെക്കുറിച്ചും കബറടക്കത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, അത് അരുതേ എന്ന്. സാത്താനെ എന്നെ വിട്ടുപോകാനാണ് പറഞ്ഞത്. എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രമാത്രം ശ്രേഷ്ഠനായ വ്യക്തിയാണെങ്കിലും, ശിഷ്യന്മാരിൽ പ്രധാനിയാണെങ്കിലും, ഏത് അധികാരത്തിൻ്റെ ഉത്തുംഗത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, കാൽവറിയിൽ കർത്താവായി യേശുക്രിസ്തു ഒരുക്കുന്ന രക്ഷയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ശാപഗ്രസ്തനായി മാറുകയാണ്. 41 വാക്യം വായിച്ച് 23-41. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. ആ പാപബോധം ഇവന് കിട്ടിയിട്ടില്ല. ഒരു നല്ല മനുഷ്യനെയും ക്രൂശിൽ കാണുകയില്ല. ദൈവമക്കളെ, ഇടത്തുഭാഗത്തെ കള്ളൻ എന്നെപ്പോലെ ദുഷ്പ്രവർത്തിക്കാരനും കൊലപാതകനും കൊള്ളിവയ്പ്പുകാരനും ആണ് യേശു എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാപബോധമില്ല എങ്കിലും പോക്ക് അപകടത്തിലേക്കാണ്, നരകത്തിലേക്കാണ് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കണം. അതൊരു ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ എൻ്റെ പാപത്തിൻ്റെ ഭയാനകത കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവനെ ദൂഷിക്കാൻ കാരണം എന്താണ്? മഹാപുരുഷന്മാർ ദൂഷിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം തല കുനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്തിനാ വെള്ളം ചോദിക്കുന്നത്? നിനക്ക് വെള്ളം കിട്ടുകയില്ലേ? എന്തെല്ലാമാണ് ദൂഷിക്കുന്നത്? ഒരു കാര്യം കൂട്ടായ്മയിലെ ദൈവമക്കൾ വ്യക്തമായി മനസ്സിലായിക്കൊള്ളണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും വിധിക്കാൻ ഇടവരരുത്. മനുഷ്യൻ്റെതായ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനായിട്ട് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ പറയുന്നത് നിന്നെയും രക്ഷിക്കാം, എന്നെയും രക്ഷിക്കാം. ഇന്ന് പലരും ആത്മീയരായി മാറുന്നത്, പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, കുരിശ് വരയ്ക്കുന്നത് ഭൗതികമായിരിക്കും നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇടത്തുഭാഗത്തെ കള്ളൻ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ക്രൂശിലേക്ക് നോക്കി അപേക്ഷിക്കുന്നത്. അവനും അപേക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവിനോട് ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ദൈവത്തിനോ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു എന്തിന് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചോ ആ മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എൻ്റെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുന്ന. വിശ്വാസത്താൽ സ്വന്തമായി അതിനെ കൈക്കൊള്ളുകയല്ല, ഇറങ്ങി വരാനാണ് പറയുന്നത്. അനുഗ്രഹങ്ങൾ മാത്രം മതി. ഇന്നത്തെ ഒരു ചിന്താഗതി അതാണ്, പ്രോസ്പെരിറ്റി ഗോസ്പൽ. അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടണം, അനുഗ്രഹിക്കുന്ന ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, നിന്നെയും രക്ഷിക്കാൻ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്നത് കള്ളൻ. ആ കാര്യം നിങ്ങൾ ആ വാക്ക് പദപ്രയോഗം ശ്രദ്ധിച്ചോ? ഞങ്ങളെയും രക്ഷിക്കുക എന്ന്. രക്ഷ എന്ന് പറഞ്ഞ് തികച്ചും വൈയക്തികമാണ്, വ്യക്തിപരമാണ്, കൂട്ടത്തോടെയുള്ള രക്ഷയല്ല. ഞാൻ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കി വ്യക്തിപരമായി രക്ഷ സ്വന്തമാക്കി എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ആ രക്ഷയുടെ സന്തോഷം കിട്ടണമെന്നില്ല. ഓരോരുത്തരും ക്രൂശിനെ വ്യക്തിപരമായി കാണുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ രക്ഷ വിശ്വാസാൽ സ്വന്തമാക്കുകയും ചെയ്തേ മതിയാവുകയുള്ളൂ. പറഞ്ഞാൽ തീരെയില്ലാത്ത വിധത്തിൽ മർമ്മങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനൊരു ഭയനിർദ്ദേശം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം നിർത്തട്ടെ. കുരിശ് വരച്ചവനും നശിക്കാൻ കേട്ടോ, കുരിശ് കണ്ടവനും നശിക്കാൻ കേട്ടോ, കുരിശ് മൊത്തിയവനും നശിക്കാൻ കേട്ടോ. തുറന്നു പറഞ്ഞാൽ ഇഷ്ടക്കുറവ് വരരുത്. കുരിശ് ചുമന്നുകൊണ്ട് മല കയറിയവനും നശിക്കാൻ കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ ക്രൂശിലേക്ക് നോക്കി പറയേണ്ടത് പറഞ്ഞില്ല, പറയരുതാത്തത് പലതും പറഞ്ഞു. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഇടത്ത് ഭാഗത്തെ കള്ളൻ ഇപ്പോൾ നിത്യ നരകയാതനയിലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്രൂശ് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തായിരുന്നല്ലോ. കർത്താവിൻ്റെ മുഖം വളരെ വ്യക്തമായി നേരിട്ട് കണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും പിതാവിയോട് ക്ഷമിക്കണം എന്നുള്ള ശബ്ദം കേട്ടല്ലോ.
രക്ഷപ്പെട്ടിട്ടില്ലല്ലോ ദൈവമക്കളെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ പുരാതന ക്രിസ്ത്യാനികൾ, കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവർ ആരെങ്കിലും ഇന്ന് നാശത്തിൻ്റെ പന്ഥാവിലാണോ? നിങ്ങളെ പാവപ്പെട്ട അടിയൻ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടെന്ന് മാടി വിളിക്കട്ടെ. ക്രൂശിൽ കൂടി രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ക്രൂശിൽ നിൻ്റെ രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലാണ് രക്ഷ. ക്രൂശിൽ കൂടി മാത്രമാണ് രക്ഷ. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാലൂർ ക്രൂശിൽ പിടഞ്ഞു മരിച്ചു എന്നുള്ളതായ സത്യം നീ അറിഞ്ഞതുകൊണ്ടോ, ദൈവത്തിന് സ്തോത്രം, നീ അത് വായിച്ചതുകൊണ്ടോ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ക്രൂശിൻ ചുവട്ടിലേക്കൊന്ന് വരാമോ? ക്രൂശിനൊന്ന് കെട്ടിപ്പിടിക്കാമോ? കർത്താവെ, എൻ്റെ പാപക്കറകൾ മുഴുവൻ ഒന്ന് കഴുകി തരാമോ? കർത്താവെ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ഇന്നു മുതൽ ജീവിക്കുന്നൊരു തീരുമാനം എടുക്കാമോ? കർത്താവെ, എൻ്റെ പാപക്കറകൾ തിരത്താൽ കഴുകി തരണമെന്ന് പ്രാർത്ഥിക്കാമോ? എങ്കിൽ നിങ്ങൾക്ക് ജീവരക്ഷ പ്രാപിക്കാം. അതിന് സ്വർഗത്തിലെ ദൈവം കൃപ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.